Dear students, welcome back. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബെർണോളിസ് പ്രിൻസിപ്പളിൻ്റെ അപ്ലിക്കേഷൻസ് ആ പാർട്ടൊക്കെ നന്നായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. അതിൽ നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞതൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമെന്ന് കരുതുന്നു. അതോടൊപ്പം തന്നെ അതിൽ ഏറ്റവും പ്രധാനമാണ് അതിൻ്റെ ഡെറിവേഷൻ. ബെർണോളിസ് പ്രിൻസിപ്പളിൻ്റെ ഡെറിവേഷൻ ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ധാരണയുണ്ടാവും. എഴുതി പ്രാക്ടീസ് ചെയ്യുന്നേ വേണം അതിന് കേട്ടോ. അതിന് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല, എഴുതി പ്രാക്ടീസ് ചെയ്യുന്നേ ചെയ്യണം നിങ്ങൾ. ഓക്കെ, ഇന്ന് നമുക്ക് അതിൻ്റെ അടുത്ത ഭാഗത്തേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. അതിൽ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത് നോക്കൂ, ബോയൻസി ആൻഡ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഒരു പ്രത്യേക ഹെഡിങ് ഒന്നും കാണാൻ കഴിയില്ല. ഹെഡിങ് ഉണ്ടതിൽ ഒരു ബ്ലൂ ബോക്സിൻ്റെ ഉള്ളിൽ. കാരണം അപ്പോൾ ചിലർ ചോദിക്കും ഇത് സിലബസിൽ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ. ഇതറിഞ്ഞാൽ മാത്രമേ ഇതിന് ശേഷമുള്ള ആ ടൈറ്റിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇതിന് ശേഷം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൈറ്റിൽ നമുക്ക് വരാനുള്ളത് ടെർമിനൽ വെലോസിറ്റി. അതിനിതെന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയേണ്ടതുണ്ട്. ബോയൻസി കേട്ടോ, എന്താ വായിക്കുക? ബോയൻസി. നമുക്ക് അറിയാവുന്നൊരു കാര്യമാണത് അല്ലേ. നമ്മൾ വെള്ളത്തിലേക്കൊക്കെ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ്, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോൾ എടുത്തിട്ട് നമ്മൾ വെള്ളത്തിൽ മുക്കിക്കഴിഞ്ഞാൽ അത് നമ്മൾ എന്താ സംഭവിക്കുക? ആ ബോള് മുകളിലേക്ക് വരാനുള്ളൊരു ടെൻഡൻസി കാണിക്കും. എന്ന് വെച്ചാൽ അതിൻ്റെ വെയിറ്റ് താഴോട്ടുണ്ട്, അതിന് പുറമെ ഒരു അപ്വേർഡ് ഡിറക്ഷനിൽ ഒരു ഫോഴ്സ് അവിടെ വേറെ വരുന്നുണ്ട്. ഇത് ഒരു വെള്ളത്തിൽ മാത്രമുള്ളൊരു ഫീലല്ല, ഇത് നിങ്ങൾക്ക് എയറിൽ ഈ ഫീലുണ്ട്, എയറിലുണ്ടത്. പക്ഷേ എയറിലുള്ളത് നമുക്ക് അനുഭവപ്പെടാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്കത് ഫീൽ ചെയ്യാത്തത്, അത് ഫീൽ ചെയ്യണമെങ്കിൽ നമുക്ക് വാക്വത്തിലുള്ളത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണമായിരുന്നു എന്നേ നമുക്കിത് മനസ്സിലാവും. അപ്പോൾ ഒരു ഫ്ലൂയിഡിൽ ഒരു ഒബ്ജക്റ്റ് നിൽക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ അപ്വേർഡ് ഡിറക്ഷനിൽ ഒരു അഡീഷണൽ ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സിനാണ് നമ്മൾ ഈ അപ്ത്രസ്റ്റ് അല്ലെങ്കിൽ ബോയിൻ്റ് ഫോഴ്സ് എന്നൊക്കെ വിളിക്കുന്നത്. നോക്കും, ദ അപ്വേർഡ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ ബോഡി ഇമേഴ്സ്ഡ് ഇൻ എ ഫ്ലൂയിഡ് ഈസ് called upthrust or buoyant force and the phenomenon is called buoyancy. മനസ്സിലായി നിങ്ങൾക്ക്? അപ്പോൾ ഈ അപ്വേർഡ് ഡിറക്ഷനിലുള്ള ഈ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ്. ഇത് വ്യത്യസ്ത ഒബ്ജക്റ്റിന് വ്യത്യസ്ത രീതിയിലാണ് നമുക്ക് ഫീൽ ചെയ്യൽ. അതെന്താ കാരണം എന്നുള്ളതൊക്കെ നമ്മൾ താഴോട്ട് പറയുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് മനസ്സിലാവും. നോക്കുക, എക്സാമ്പിൾ, എ കോർക്ക് ടേക്കൺ ഇൻസൈഡ് വാട്ടർ എക്സ്പീരിയൻസസ് എൻ അപ്വേർഡ് ത്രസ്റ്റ് ആൻഡ് കംസ് ടു ദ സർഫസ്. അറിയാലോ അല്ലേ? ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോളിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചാൽ മതി. വെള്ളത്തിൽ മുക്കിയിട്ട് നിങ്ങൾ വെള്ളത്തിൻ്റെ അടിയിൽ അവിടെ വെച്ച് കഴിഞ്ഞാൽ അവിടെ നിൽക്കും. അത് നിങ്ങൾ വിടുന്നതിന് മുമ്പ് തന്നെ അത് വിടുന്നതിന് മുമ്പ് എന്ന് ഞാൻ അങ്ങനെ പറഞ്ഞാണ്. വിട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് എവിടെത്തും? വെള്ളത്തിൻ്റെ സർഫസിലെത്തും. നേരെ മറിച്ച് ഒരു കല്ലാണ് നമ്മൾ വെച്ചതെന്നുണ്ടെങ്കിൽ കല്ല് താഴോട്ട് തന്നെ പോകും. പക്ഷേ നമുക്കറിയാം, വെള്ളത്തിൽ നമ്മൾ കല്ലിന് വെക്കുന്ന സമയത്ത് കല്ലിന് വെയിറ്റ് കുറവായിരിക്കും. വെയിറ്റ് അല്ല യഥാർത്ഥത്തിൽ അവിടെ കുറയുന്നത്. ആക്ച്വൽ വെയിറ്റ് എന്ന് പറഞ്ഞത് ഗ്രാവിറ്റി അതിനെ താഴോട്ട് വലിക്കുന്ന ഫോഴ്സ് അത് അവിടെയുണ്ട്. എയറിലുള്ള അതേ ഫോഴ്സ് അവിടെയുണ്ട്. പക്ഷേ ഈ ഇമ്മേഴ്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മുകളിലേക്ക് ഒരു അഡീഷണൽ ഫോഴ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ നെറ്റ് ഫോഴ്സ് ഇതിൻ്റെ മുകളിൽ ഡൗൺവേർഡ് ഡിറക്ഷനിൽ വരുന്ന നെറ്റ് ഫോഴ്സ് കുറവായിരിക്കും. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ആ പോയിന്റ് ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഇനി അടുത്ത കാര്യം നോക്കുക, നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഒരു കല്ലെടുത്തിട്ട് നിങ്ങൾക്ക് എയറിലുള്ള വെയിറ്റ് നോക്കുക, ശേഷം വെള്ളത്തിൽ വെയിറ്റ് നോക്കുക. വെള്ളത്തിൽ നിങ്ങൾക്ക് അതിൻ്റെ വെയിറ്റ് കുറവുള്ളതായിട്ട് ഫീൽ ചെയ്യും. വെള്ളത്തിൽ വെയിറ്റ് കുറവായിരിക്കും ഉണ്ടാവുക. അത് എയറിലും ശരിക്ക് കുറവാണ് ആക്ച്വൽ വെയിറ്റിനേക്കാൾ കുറവാണ് നമുക്ക് എയറിലും ഫീൽ ചെയ്യുന്നത്. അതിൻ്റെ കാരണമാണ് ഞാൻ പറഞ്ഞത് നിങ്ങളോട്, അത് നമുക്ക് അനുഭവപ്പെടാത്തത് വാക്വത്തിൽ നമ്മളതിൻ്റെ വെയിറ്റ് നോക്കിയിട്ടില്ല. വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് എയറിലും നമുക്ക് വെയിറ്റ് കുറവായിരിക്കും. വെള്ളത്തിൽ കുറച്ചും കൂടെ അധികം നമുക്ക് ആ കുറവ് ഫീൽ ചെയ്യും. മനസ്സിലായോ? അപ്പോൾ ഫ്ലൂയിഡിൽ, ലിക്വിഡിൽ മാത്രമല്ല ഫ്ലൂയിഡിലൊക്കെ നമുക്ക് എന്തുണ്ട്? ഈ ബോയിൻ്റ് ഫോഴ്സ് ഉണ്ട്. അത് ഗ്യാഷ്യസിലുണ്ട്, ലിക്വിഡ്സിലുണ്ട്. ഇനി അടുത്ത പ്രശ്നം നോക്കൂ, ഈ ഫോഴ്സ് ഏത് ഡിറക്ഷനിലാണ്? ദ ഫോഴ്സ് ഓഫ് ബോയൻസി ആക്ട്സ് ത്രൂ ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ ഡിസ്പ്ലേസ്ഡ് ഫ്ലൂയിഡ് വിച്ച് ഈസ് ദ സെൻറ്റർ ഓഫ് ബോയൻസി. അപ്പോൾ ഇത് നിങ്ങളിപ്പോൾ പേടിക്കണ്ട, ഞാൻ ഇത് തൊട്ട് താഴെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എന്താണ് സെൻറ്റർ ഓഫ് ബോയൻസി എന്നുള്ളത് നമുക്ക് പറയാം. ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ നിങ്ങൾക്ക് അറിയാലോ അല്ലേ? ആർക്കിമിഡീസ് യുറേക്ക എന്ന് വിളിച്ച് ഓടിയതൊക്കെ ആ കഥകളൊക്കെ നിങ്ങൾക്ക് അറിയും. ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന കാര്യം. എന്താ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പറഞ്ഞറിയോ? ഈ ഫോഴ്സ് എത്രത്തോളം ഉണ്ട്, ബോയിൻ്റ് ഫോഴ്സ് എന്താണെന്ന് നമ്മൾ പരിചയപ്പെട്ടു. ഈ ഫോഴ്സ് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ആരാണ്? ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. അതിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ കുറിച്ച് എന്താണ്? ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് വെൻ എ ബോഡി ഈസ് പാർഷ്യലി ഓർ ഹോളി ഇമ്മേഴ്സ്ഡ് ഇൻ എ ഫ്ലൂയിഡ്, ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ ഫ്ലൂയിഡിൽ മുങ്ങി നിൽക്കുന്ന സമയത്ത് ഇറ്റ് എക്സ്പീരിയൻസസ് ആൻ അപ്വേർഡ് ത്രസ്റ്റ്. അതുവരെ നമുക്കറിയാം, അതുണ്ട് നമുക്കറിയാം. ഇനി അതിൻ്റെ വാല്യൂവിനെ കുറിച്ച് പറഞ്ഞത് ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ഇറ്റ്. ആൻഡ് അപ്പോൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആ പറഞ്ഞ കാര്യമാണ് എന്താണ്? ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ഇറ്റ്.
എന്ന് വെച്ചാൽ എന്താ എന്ന് വെച്ചാൽ നമ്മൾ നോക്കൂ, ഒരു ബോട്ടിൽ, ഇപ്പം ഞാൻ ഇവിടെ ജസ്റ്റ് കാണിക്കാം. ഇവിടെ നോക്കൂ, ഇവിടെ ഒരു ബീക്കർ ഉണ്ടെന്ന് കരുതാം. ആ ബീക്കറിൽ ഇത്രയും വെള്ളം ഉണ്ടായിരുന്നു. അതിലേക്കാണ് നമ്മളൊരു ഒബ്ജക്റ്റിനെ കൊണ്ടുപോയിട്ട് നോക്കൂ, ഇതിൽ നമ്മളാണ്ട് അതിലേക്ക് മുക്കി വെച്ചു. അപ്പോൾ ഒബ്വിയസ്ലി ഈ ലെവലിലായിരുന്നു ആദ്യം വെള്ളം ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് വെള്ളത്തിൻ്റെ ലെവൽ ലേശം ഉയരും അല്ലേ? കാരണം എന്താ? കാരണം സിമ്പിൾ. കാരണം ഈ ഒബ്ജക്റ്റ് നിന്ന സ്ഥലത്ത് ഉണ്ടായിരുന്ന ലിക്വിഡാണ് ഇപ്പോൾ ഈ ഭാഗത്തേക്ക് ഇങ്ങോട്ട് ഉയർന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ അഡീഷണൽ ആയിട്ട്, കാരണം എത്രയാണോ ഇതിൻ്റെ വോളിയം, ആ വോളിയം തന്നെ ആയിരിക്കും സ്വാഭാവികമായിട്ടും ഈ ലിക്വിഡിൻ്റെ വോളിയം. ഏത് ഡിസ്പ്ലേസ് ചെയ്ത ലിക്വിഡിൻ്റെ വോളിയവും ഇതും ഈക്വൽ ആയിരിക്കും, വോളിയം ഈക്വൽ ആയിരിക്കും. മനസ്സിലായ? വോളിയം മാറരുത്. എന്നാൽ ഇയാളുടെ വെയിറ്റ്, ഈ ഡിസ്പ്ലേസ്ഡ് ലിക്വിഡിൻ്റെ വെയിറ്റും ഈ വെയിറ്റും ഡിഫറൻ്റ് ആയിരിക്കും. ആവാം. എത്രയാണോ ഈ ഡിസ്പ്ലേസ്ഡ് ലിക്വിഡിൻ്റെ വെയിറ്റ്, അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഫോഴ്സാണ് ഈ ഒബ്ജക്റ്റിന് മുകളിൽ അപ്വേർഡ് ഡിറക്ഷനിൽ ഫീൽ ചെയ്യുക. അതാണ് ഈ പറഞ്ഞത്. നോക്കൂ, ഇറ്റ് ഈസ് ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ഇറ്റ്. ആ ഒബ്ജക്റ്റ് ഇപ്പോൾ ഉള്ളിൽ നിൽക്കുന്ന സ്ഥലത്തുണ്ടായിരുന്ന, അല്ലെങ്കിൽ അത്രയും വോളിയത്തിലുള്ള ലിക്വിഡാണ് ഇപ്പോൾ മുകളിലേക്ക് ഡിസ്പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഈ ഡിസ്പ്ലേസ് ചെയ്ത ഫ്ലൂയിഡിൻ്റെ, മീൻസ് ഈ കേസിൽ അത് ലിക്വിഡാണ്, ആ ലിക്വിഡിൻ്റെ ആക്ച്വൽ വെയിറ്റ് എത്രയാണ് ഉള്ളത്, ആ വെയിറ്റിന് സമാനമായ ഫോഴ്സാണ് നമ്മുടെ ഈ ഒബ്ജക്റ്റിന് മുകളിലേക്ക് അനുഭവപ്പെടുന്നത്. മനസ്സിലായോ? ഇതാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പറഞ്ഞത്. ഇനി ഉടനെ തന്നെ അവിടെ അറിയേണ്ട മറ്റൊരു കാര്യം കൂടി ഉണ്ട്. അത് എത്രത്തോളം ഉണ്ടാവുന്നു, മീൻസ് ഏത് ഡിറക്ഷനിൽ ഫീൽ ചെയ്യുന്നു, ഏത് ഡിറക്ഷനിലാണ് നമുക്കത് അനുഭവപ്പെടുക. നോക്കും, ഏത് ഡിറക്ഷനിൽ അനുഭവപ്പെടും എന്നുള്ളതിന്, ഇത്രയും ഭാഗത്ത് ലിക്വിഡാണ് ഡിസ്പ്ലേസ് ചെയ്തതെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, ഇവിടെയൊക്കെ ലിക്വിഡ് ഉണ്ട്, പക്ഷേ അത്രയും ഭാഗം ഡിസ്പ്ലേസ് ചെയ്താണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മളിതാ ഇങ്ങനൊരു ഒബ്ജക്റ്റിനെയാണ് നമ്മൾ വെച്ചിട്ടുള്ളത്, ഈ ഒരു ഒബ്ജക്റ്റ്. അപ്പോൾ എത്രയാണോ ഈ ഒബ്ജക്റ്റിൻ്റെ വോളിയം എത്രയാണോ, അതേ വോളിയം തന്നെ ആയിരിക്കും ഇയാൾക്ക് ഉണ്ടാവുമെന്ന് പറഞ്ഞു. റെഡി? ഓക്കെ. ഇനി ഇതിൻ്റെ വെയിറ്റ് എത്രയാണോ ഉള്ളത്, ആ വെയിറ്റിന് ഇക്വലൻ്റ് ആയ ഫോഴ്സാണ് ഈ ഒബ്ജക്റ്റിന് മുകളിലേക്ക് ഉണ്ടാവുക. ഇത്രയാണ് നമ്മൾ സംസാരിച്ച്. ഇനി അതിൻ്റെ ഡിറക്ഷനെ കുറിച്ച്, ഇറ്റ്സ് അപ്ത്രസ്റ്റ് ആക്ട്സ് ത്രൂ ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ ഡിസ്പ്ലേസ്ഡ് ലിക്വിഡ്. ഇതിന് മുകളിലുള്ള ഫോഴ്സ് നേരെ മുകളിലേക്കാണോ, അതല്ല ഇങ്ങനെ ചെരിഞ്ഞിട്ട് ഇങ്ങോട്ടാണോ, ഏത് ഡിറക്ഷനിലാണ് ആക്ട് ചെയ്യുക എന്നാണ് നമ്മൾ പറഞ്ഞത്. ഈ ഡിസ്പ്ലേസ്ഡ് ലിക്വിഡിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ വെയിറ്റ് കോൺസെൻട്രേറ്റ് ചെയ്ത പോയിൻ്റാണ്. ആ വെയിറ്റ് കോൺസെൻട്രേറ്റ് ചെയ്ത പോയിന്റിലൂടെ ആയിരിക്കും ഇതിൻ്റെ മുകളിൽ, മീൻസ് നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ മുകളിലുള്ള അപ്വേർഡ് ത്രസ്റ്റ് ഉണ്ടാവുക. അതാണ് ഞാൻ ഇവിടെ പറഞ്ഞത് സെൻറ്റർ ഓഫ് ബോയൻസി എന്താണെന്നുള്ളത്. അപ്പോൾ ഡിസ്പ്ലേസ്ഡ് ലിക്വിഡിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, അതിൻ്റെ വെയിറ്റ് കോൺസെൻട്രേറ്റ് ചെയ്ത പോയിന്റ് ഏതാണോ അതിലൂടെയാണ് നമ്മുടെ എന്തുണ്ടാവുക, അപ്വേർഡ് ത്രസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ മനസ്സിലായി കഴിഞ്ഞു. എന്താണ് പറഞ്ഞത്? വെൻ എ ഒബ്ജക്റ്റ് ഈസ് പാർഷ്യലി ഓർ കംപ്ലീറ്റ്ലി ഇമ്മേഴ്സ്ഡ് ഇൻ എ ഫ്ലൂയിഡ്, ദെൻ അതിൻ്റെ മുകളിൽ എന്തുണ്ടാവും, ഒരു അപ്വേർഡ് ത്രസ്റ്റ് ഉണ്ടാവും, വിച്ച് ഈസ് കോൾഡ് ബോയൻറ്റ് ഫോഴ്സ്. ആ ബോയൻറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് സെൻറ്റർ ഓഫ് ബോയൻസിയിലൂടെയാണ്, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ, അല്ലെങ്കിൽ അതിനാണ് നമ്മൾ സെൻറ്റർ ഓഫ് ബോയൻസി എന്ന് വിളിക്കുന്നത്. അതെന്താ സാധനം? അത് ഡിസ്പ്ലേസ്ഡ് ലിക്വിഡിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലൂടെ ആയിരിക്കും അത് പാസ് ചെയ്യുന്നത്. ദാറ്റ്സ് ഇനഫ്. അപ്പോൾ പ്രധാനമായിട്ടും ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഫ്ലൂയിഡ് എത്രയാണോ ഡിസ്പ്ലേസ്ഡ് ഫ്ലൂയിഡ് ഉള്ളത് അതിൻ്റെ വെയിറ്റിന് സമാനമായ ഫോഴ്സാണ് നമ്മുടെ ഈ ഒബ്ജക്റ്റിന് മുകളിൽ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ഹെഡിങ്, നിങ്ങൾ പ്രത്യേക ഒരു ഹെഡിങ് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്കിത് നിർബന്ധമാണ്. ഇത് കാരണം ഇത് എന്തുകൊണ്ടാണ് അവിടെ ഒരു വേറെ ഹെഡിങ് ആയിട്ട് കൊടുക്കാതിരുന്നത്? കാരണം ഇത് നിങ്ങൾ ഹൈസ്കൂളിൽ പഠിച്ച കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത ലെവലിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്ക് പോകാനുള്ളത്, അതിന് മുമ്പ് നമുക്ക് പ്രധാനപ്പെട്ട ഒരു ക്വാണ്ടിറ്റി ആദ്യം പഠിക്കാണ്ട്, ദാറ്റ് ഈസ് വിസ്കോസിറ്റി. എന്താണ് വിസ്കോസിറ്റി? നോക്കൂ, വിസ്കോസിറ്റി ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് ഫ്ലൂയിഡ് ബൈ വെർച്യൂ ഓഫ് വിച്ച് ആൻ ഇന്റേണൽ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ കംസ് ഇൻ ടു പ്ലേ എപ്പോൾ വെൻ എ ഫ്ലൂയിഡ് ഈസ് ഇൻ മോഷൻ ആൻഡ് വിച്ച് ഒപ്പോസസ് ദ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ഇറ്റ്സ് ഡിഫറെൻറ്റ് ലെയേഴ്സ്. ഒന്നുമില്ല, ആദ്യം മനസ്സിലാക്കേണ്ടത് ഫ്ലൂയിഡിൻ്റെ കേസിലുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ലേ, നമ്മൾ ലോസ് ഓഫ് മോഷനിൽ പഠിച്ച ഫ്രിക്ഷൻ ഫോഴ്സ്. ആ ഫ്രിക്ഷണൽ ഫോഴ്സിന് ഇവിടെ നമ്മൾ വിളിക്കുന്ന സ്പെഷ്യൽ പേരാണ് ആക്ച്വലി വിസ്കോസിറ്റി. ഒരു ലിക്വിഡ് നോക്കൂ, ലിക്വിഡ് ഇങ്ങനെ ഫ്ലോ ചെയ്യാണ്. ലിക്വിഡ് ഫ്ലോ ചെയ്യുമ്പോൾ അതിൽ ഡിഫറെൻറ്റ് ലെയർ ആയിട്ടാണ് ലിക്വിഡ് ഫ്ലോ ചെയ്യുന്നത്, ഡിഫറെൻറ്റ് ലെയർ. അപ്പോൾ ഇതിങ്ങനെ ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ അതുകൊണ്ടാണല്ലോ നോക്ക്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും അത്, നമ്മൾ പ്രാക്ടിക്കലി അറിയുന്ന, ഇത്ര ലെയറിലാണ് ഒരു തോടിലൂടെ കനാലിലൂടെ വെള്ളം ഫ്ലോ ചെയ്യുമെങ്കിൽ ഏറ്റവും മുകളിലത്തെ ലെയറിന് സ്പീഡ് കൂടുതലാണ്.
ഇത് ഞാൻ ഫിസിക്സ് അല്ല ഇപ്പോൾ പറഞ്ഞത്, അതിലേക്ക് നമ്മൾ വരുന്നു. പക്ഷെ നിങ്ങൾക്ക് പ്രാക്ടിക്കലി നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവും ഒരു പക്ഷേ. അത് മുകളിൽ സ്പീഡ് കൂടും, താഴേക്ക് പോകണമെന്ന് വെച്ചാൽ സ്പീഡ് ഇങ്ങനെ കുറഞ്ഞ് വരിക ചെയ്യുക. അപ്പോൾ നോക്കും മുകളിൽ. അപ്പോൾ എനിവേ ഇത് നോക്കൂ, ഡിഫറെൻറ്റ് ലെയേഴ്സ് ആയിട്ടാണ് പോണ്. അപ്പോൾ ഈ ഡിഫറെൻറ്റ് ലെയേഴ്സ് റിലേറ്റീവ് മോഷനിലാണ്, എന്ന് വെച്ചാൽ ഒന്ന് മറ്റേതിന് മേലെ കൂടെ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് പോവുക. അപ്പോൾ whenever there is relative motion between two layers or two bodies, there exists a frictional force എന്ന് നമ്മൾ അവിടെ പഠിച്ചു. അതേ കേസ് തന്നെ ഇവിടെ നമ്മൾ അതിനെ വിസ്കസ് ഫോഴ്സ് എന്ന് വിളിക്കും. നോക്കൂ, it is the property of liquid by virtue of which an internal force of friction comes into play അപ്പോൾ when a fluid is in motion which opposes the relative motion between its different layers. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മോഷനെ ഡിസ്ട്രക്റ്റ് ചെയ്യുന്ന വിധത്തിലാണ് വിസ്കോസിറ്റി ഉണ്ടാവുക. എന്ന് വെച്ചാൽ നല്ല ഹൈ വിസ്കസ് ഫ്ലൂയിഡ് ആണെങ്കിൽ അത് പെട്ടെന്ന് ഫ്ലോ ചെയ്യൂല, മൂവ് ചെയ്യൂല എന്നർത്ഥം. ഹൈ വിസ്കസ് ഫ്ലൂയിഡ് പെട്ടെന്ന് മൂവ് ചെയ്യൂല, കാരണം നല്ല ഫ്രിക്ഷൻ ആയിരിക്കും. ഇനി നോക്കൂ, ദ ബാക്ക്വേർഡ് ഡ്രാഗിങ് ഫോഴ്സ്. ഈ ബാക്ക്വേർഡ് ഡ്രാഗിങ് ഫോഴ്സിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വിസ്കസ് ഫോഴ്സ് ഓർ വിസ്കസ് ഡ്രാഗ്, ആൻഡ് ആക്ട്സ് ടാൻജൻഷ്യലി ഓൺ ദ ലെയേഴ്സ് ഓഫ് ദ ഫ്ലൂയിഡ് ഇൻ മോഷൻ ആൻഡ് ടെൻസ് ടു ഡിസ്ട്രോയ് ദ മോഷൻ. മനസ്സിലായി? അപ്പോൾ വിസ്കോസിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഡെഫിനിഷൻ നിങ്ങൾ പറയണം. ഇതാണ് വിസ്കോസിറ്റിൻ്റെ ഡെഫിനിഷൻ. ക്ലിയർ അല്ലേ? റിലേറ്റീവ് മോഷനെ ഡിസ്ട്രക്ട് ചെയ്യുന്ന വിധത്തിൽ ഡിഫറെൻറ്റ് ലെയേഴ്സിനിടയിൽ അനുഭവപ്പെടുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് എപ്പോൾ ഫ്ലൂയിഡ് റെസ്റ്റിൽ നിൽക്കുമ്പോഴല്ല, ഫ്ലൂയിഡ് മോഷനിലുണ്ടാവുന്ന സമയത്ത്. ഇവിടെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചിരുന്നു കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റിൻ്റെ ഒക്കെ ഡയമെൻഷൻ ഒന്നും ഇപ്പോൾ നമ്മൾ സംസാരിക്കില്ല. ആ ക്വാണ്ടിറ്റി ഒക്കെ നമ്മൾ അത് പഠിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡയമെൻഷനുകൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ആ സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത്. എന്താണ് കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി എന്ന് നമുക്ക് പറയാം. അപ്പോൾ ന്യൂട്ടൺ എന്ത് ചെയ്തു? ഈ വിസ്കസ് ഫോഴ്സിന് ഒരു ഇക്വേഷൻ ഉണ്ടാക്കി. ഐസക് ന്യൂട്ടൺ വിസ്കസ് ഫോഴ്സിന് ഒരു ഇക്വേഷൻ ഉണ്ടാക്കി. അപ്പോൾ ഐസക് ന്യൂട്ടൺ എന്താ ചെയ്ത്? ഈ ഡയഗ്രം നിങ്ങൾക്ക് മനസ്സിലാവണം, ഞാൻ പറയാം. ഇത് നോക്കൂ, ഇപ്പോൾ ഒരു ലിക്വിഡ് നോക്കൂ ഇങ്ങോട്ട് ഫ്ലോ ചെയ്യണം. ഇത് മൊത്തം ലിക്വിഡാണ്. ഈ ലിക്വിഡ് മൊത്തം ഇങ്ങോട്ട് ഫ്ലോ ചെയ്യണം, ഈ ഡിറക്ഷനിൽ ഫ്ലോ ചെയ്യാം. അപ്പോൾ ഇത് അതിൻ്റെ ബോട്ടം ലെവലിൽ നിന്ന് ഞാനിവിടെ 2 ലെയർ കൺസിഡർ ചെയ്തു. അതൊന്ന് പി എന്നും ഒന്ന് ക്യൂ എന്ന 2 ലെയേഴ്സിനെ ഇവിടെ കൺസിഡർ ചെയ്തു. അപ്പോൾ ഈ ബോട്ടത്തു നിന്ന് ഫസ്റ്റ് ലെയറിലേക്കുള്ള ഹൈറ്റാണ് ഈ പി, സെക്കൻഡ് ലെയറിലേക്കുള്ള ഹൈറ്റാണ് ക്യൂ. ആ പി ക്യൂ മനസ്സിലായല്ലോ? ബോട്ടത്തു നിന്ന് ഫസ്റ്റ് ലെയറിലേക്ക് പി, സെക്കൻഡ് ലെയറിലേക്ക് ഒരുപാട് ലെയേഴ്സ് ഉണ്ട്. ഞാൻ 2 ലെയർ കൺസിഡർ ചെയ്താണ്. ഓക്കെ, ഇതിൻ്റെ ഏരിയനെ ഞാൻ എ എന്ന് മാർക്ക് ചെയ്തു. ഇനി നോക്കൂ, ഈ ഒന്നാമത്തെ ലെയർ പി കിടക്കുന്നത് എക്സ് ഡിസ്റ്റൻസ് ഉയരത്തിലാണ്. എക്സ് ഡിസ്റ്റൻസ് ഇതാണ് എക്സ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അടുത്ത ലെയർ. അവർക്ക് വേണ്ടിയുള്ള സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റ്സ്മലി സ്മോളാണ്. അതിന് ഞാൻ ഡി എക്സ് എന്ന് കൊടുത്തു. ഡി എക്സ്. അപ്പോൾ ഡി എക്സ് ഹൈറ്റിലാണ് അടുത്തതുള്ളത്. അപ്പോൾ അങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ഒബ്വിയസ്ലി എന്താണ്? എക്സ് പ്ലസ് ഡി എക്സ്. നോക്കൂ, ഈ പീൻ്റെ വെലോസിറ്റി വി ആണെങ്കിൽ മുകളിലേക്ക് പോകുന്നതനുസരിച്ച് വെലോസിറ്റി കൂടും. അപ്പോൾ ഇവിടെ വെലോസിറ്റി കൂടുതൽ എത്ര? ഒരു ഡി വി കൂടി. ഡി എക്സ് ഡിസ്റ്റൻസ് കവർ ചെയ്തപ്പോൾ കൂടിയ വെലോസിറ്റി എത്ര? ഡി വി കൂടി. അപ്പോൾ പീൻ്റെ വെലോസിറ്റി വി, ക്യൂവിൻ്റെ വെലോസിറ്റി വി പ്ലസ് ഡി വി. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നോക്കൂ, ഇത് അങ്ങോട്ട് ലിക്വിഡ് ഫ്ലോ ചെയ്യുമ്പോൾ വിസ്കസ് ഫോഴ്സ് അങ്ങോട്ടുണ്ടാകുക ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. കാരണം അത് ബാക്ക്വേർഡ് ഡ്രാഗിങ് ഫോഴ്സാണ്. അത് ബാക്ക്വേർഡ് ഡ്രാഗിങ് ഉള്ള മോഷനെ ഇല്ലായ്മ ചെയ്യുന്ന വിധത്തിലായിരിക്കും ആ ഫോഴ്സ് ഉണ്ടാവുക. ക്ലിയർ? അപ്പോൾ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് നോക്കൂ, ഒരു ഡി എക്സ് ഡിസ്റ്റൻസ് നീങ്ങിയ സമയത്ത് നോക്കൂ, ഡി എക്സ് ഡിസ്റ്റൻസ് നീങ്ങിയപ്പോൾ വെലോസിറ്റിയിൽ എത്ര ചേഞ്ച് വന്നത്? ഡി വി ആണ് അല്ലേ? ഡി എക്സ് ഇപ്പോൾ നോക്കൂ, 100 മാങ്ങക്ക് 50 രൂപയാണെങ്കിൽ ഒരു മാങ്ങൻ്റെ വില എന്താ? 100 മാങ്ങക്ക് 50 രൂപ. അപ്പോൾ ഒരു മാങ്ങൻ്റെ വില എത്ര? 50/100, 50 പൈസ അല്ലേ? അല്ലാതെ 2 റുപ്യാണോ? ഓക്കെ, അപ്പോൾ നോക്കുക, അതുപോലെ ഡി എക്സ് ഡിസ്റ്റൻസിൽ വന്ന വെലോസിറ്റിയാണ് ഡി വി. അപ്പോൾ യൂണിറ്റ് ഡിസ്റ്റൻസിൽ വരുന്ന വെലോസിറ്റി ചേഞ്ച് എന്താ? ദാറ്റ് ഈസ് ഡി വി ബൈ ഡി എക്സ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന സ്പെഷ്യൽ പേരാണ് വെലോസിറ്റി ഗ്രാഡിയൻറ്റ്. എന്താ വിളിക്കുക? വെലോസിറ്റി ഗ്രാഡിയൻറ്റ്. എന്താ ഇത് ആക്ച്വലി എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് ഡിസ്റ്റൻസ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസിനനുസരിച്ചിട്ട് വെലോസിറ്റിയിൽ വരുന്ന മാറ്റത്തിൻ്റെ മാറ്റമാണ്. ഡിസ്റ്റൻസ് അനുസരിച്ച് വെലോസിറ്റിയിൽ വരുന്ന മാറ്റമാണ് ഡി വി ബൈ ഡി എക്സ്. അതിനാണ് നമ്മൾ വെലോസിറ്റി ഗ്രാഡിയൻറ്റ് എന്ന് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ വെലോസിറ്റി ഗ്രാഡിയൻറ്റ് നോക്കൂ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് ഡിസ്റ്റൻസ് ഇൻ ദ ഡിറക്ഷൻ ഓഫ് ഇൻക്രീസിങ് ഡിസ്റ്റൻസ്. കാരണം ഇത് സീറോ ലെവലാക്കി നമ്മൾ ഇതെടുത്തു, എന്നിട്ട് അവിടുന്ന് ഡിസ്റ്റൻസ് ഇങ്ങനെ കൂടുക.
അപ്പോൾ വെലോസിറ്റി ഗ്രാഡിയൻറ്റ് dv/dx ഓർക്കണം നിങ്ങളെ ഇത്. എന്നിട്ട് വേണം ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ. ഇനി എന്താ ന്യൂട്ടണ് വിസ്കസ് ഫോഴ്സിന് തന്ന ഇക്വേഷൻ, നമ്മൾ അതിലേക്കാണ് ഇനി പോകുന്നത്. നോക്കും, അക്കോർഡിംഗ് ടു ന്യൂട്ടൺ എ ഫോഴ്സ് ഓഫ് വിസ്കോസിറ്റി എഫ് ആക്ട്സ് ടാൻജൻഷ്യലി ബിറ്റ്വീൻ ടു ലെയേഴ്സ്. ടാൻജൻഷ്യലി മനസ്സിലായില്ലേ? ലെയേഴ്സ് ഇങ്ങനെയാണെങ്കിൽ ഫോഴ്സ് താഴത്തേക്കോ മേലോട്ടോ ഒന്നുമല്ല, ആ ലെയറിൻ്റെ ഇടയിൽ കൂടെ ബാക്കിലേക്ക് ടാൻജൻഷ്യൽ കേട്ടോ, ടാൻജൻഷ്യലിയാണ് ഫോഴ്സ് ഉണ്ടാവുക. ഏറ്റവും പ്രധാനപ്പെട്ട നോക്കൂ, ആ ഫോഴ്സ് എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഏരിയ ഓഫ് ദ ലെയേഴ്സ് ഇൻ കോണ്ടാക്ട്. എഫ് പ്രൊപ്പോർഷണൽ ടു എ. ഏതൊക്കെ രണ്ട് ലേയേഴ്സാണോ കോണ്ടാക്റ്റിലുള്ളത് അവരുടെ കോണ്ടാക്റ്റിംഗ് ഏരിയക്ക് അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. പ്രൊപ്പോർഷണൽ ടു ദ വെലോസിറ്റി ഗ്രാഡിയൻറ്റ്. വെലോസിറ്റി ഗ്രാഡിയൻറ്റിന് പ്രൊപ്പോർഷണലാണ്. എഫ് പ്രൊപ്പോർഷണൽ ടു dv/dx. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എഫ് പ്രൊപ്പോർഷണൽ ടു എ ഉണ്ട് dv/. അപ്പോൾ ഒരൊറ്റ റിലേഷനാക്കി കൊണ്ടുവന്നു, എഫ് പ്രൊപ്പോർഷണൽ ടു എ ഇൻറ്റു dv/dx. അതൊരു പ്രൊപ്പോർഷണാലിറ്റി റിലേഷൻ അല്ലേ? പ്രൊപ്പോർഷണാലിറ്റി റിലേഷൻ നമ്മൾ ഇക്വേഷൻ എന്ന് വിളിക്കൂല. ഇക്വേഷൻ ആരാ? ഈക്വൽ ടു സൈൻ ഉള്ളതാണ് ഇക്വേഷൻ. അപ്പോൾ ഈ പ്രൊപ്പോർഷണാലിറ്റി റിലേഷനെ ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മൾ ഇക്വേഷനായിട്ട് കൺവേർട്ട് ചെയ്തു. അതാണ് നിങ്ങൾ നോക്കൂ ഇവിടെ കാണുന്നത്. എഫ് ഈസ് ഈക്വൽ ടു മൈനസ് ഈറ്റ എ dv/dx. ഇതിനെ പറയല് ഈറ്റ, ഗ്രീക്ക് ആൽഫബറ്റാണ്, വായിക്കൽ ഈറ്റ. ആൻഡ് ദിസ് ഈറ്റ ഈസ് കോൾഡ് കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി എന്നാണ് നമ്മളിതിനെ വിളിക്കുക. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി മനസ്സിലായോ? ഇവിടുത്തെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ്. പിന്നെ നെഗറ്റീവ് എന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് പറയാം. കാരണം എഫ് വെക്ടറാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ ഭാഗത്ത് ആകെ ഒരാളെ വെക്ടർ ആരാണത്? വെലോസിറ്റി. അപ്പോൾ ഈ നെഗറ്റീവ് റെപ്രസെൻ്റ് ചെയ്യുന്ന എത്ര ഉള്ളൂ? എഫിൻ്റെ ഡിറക്ഷൻ വെലോസിറ്റിയുടെ ഡിറക്ഷൻ്റെ ഓപ്പോസിറ്റാണ്. ഫ്ലൂയിഡ് എങ്ങോട്ടാണോ ഫ്ലോ ചെയ്യുന്നത് അതിൻ്റെ ഓപ്പോസിറ്റിലാണ് വിസ്കസ് ഫോഴ്സ് ഉണ്ടാവുക. ഇതാണ് ഈ നെഗറ്റീവ് സൈനോടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈറ്റാരാണ്? കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി. ഓക്കെ അല്ലേ? യെസ്. അത് നോക്കൂ, ഈറ്റ കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി, ഇതിനെ നമ്മൾ ന്യൂട്ടൺസ് ഫോർമുല എന്ന് വിളിക്കുന്നത്. ദിസ് ഈസ് ന്യൂട്ടൺസ് ഫോർമുല. ഇനി ഈറ്റ എന്തിനാ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് ദ ലിക്വിഡ് ആൻഡ് ഗീവ്സ് എ മെഷർ ഓഫ് വിസ്കോസിറ്റി. നല്ല വിസ്കോസിറ്റി ഉണ്ടോ അതോ വിസ്കോസിറ്റി കുറവാണോ എന്നുള്ളത് ഈ ഈറ്റൻ്റെ വാല്യൂ നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും. ആ ലിക്വിഡിന് ഏത് ലിക്വിഡിന് അപ്പോൾ ഒരു ഡിഫറെൻറ്റ് ലിക്വിഡ്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി തന്നു കഴിഞ്ഞാൽ കൂടുതലുള്ള ആൾക്ക് നല്ല വിസ്കോസിറ്റി ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും. നെഗറ്റീവ് സൈൻ ഷോസ് ദാറ്റ് viscous force acts in a direction opposite to the direction of motion of the liquid. റെഡി ആണല്ലോ? ഇതിൻ്റെ ഡയമെൻഷൻ കാണാൻ എൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് കാണാം. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. കാര്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആർക്കും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈറ്റനെ മാത്രം അവിടെ നിർത്തിയാൽ മതി അല്ലേ? അപ്പോൾ ഈറ്റ ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുക? എഫ് ഓൾറെഡി ഇവിടെ ഉണ്ട്, ഡിവൈഡഡ് ബൈ എ വരും, പിന്നെ dx/dv എന്നാണ്. അപ്പോൾ ഇനി ഡയമെൻഷൻ നോക്കുമ്പോൾ എഫിൻ്റെ എന്താ? mLT⁻². ഡിവൈഡഡ് ബൈ ഏരിയ L² ഇൻറ്റു dx/L ഡിവൈഡഡ് ബൈ LT⁻². അപ്പോൾ ഈ എല്ലും ക്യാൻസൽ ചെയ്ത് ഒരു എല്ല് ഇവിടെയും ക്യാൻസൽ ചെയ്തു, ഇവിടെ എല്ല് മാത്രമേ ഉള്ളൂ. ബാക്കി T⁻1 ഇവിടെ ക്യാൻസൽ ചെയ്തു, അപ്പോൾ T⁻1 ആയി ഇവിടെ. അപ്പോൾ ബാക്കി ആരൊക്കെ നമുക്കുള്ളത്? എം ഉണ്ട് അല്ലേ? L⁻1 ഡിനോമിനേറ്ററിൽ T⁻1. യൂണിറ്റ് നമുക്ക് ഇവിടുന്ന് കൊടുക്കുക. എന്ത്? കിലോഗ്രാം മീറ്റർ⁻1 സെക്കൻഡ്⁻1. അതിന് നമ്മൾ ചില പിന്നെ എന്താ പറയുക ചില നിക്ക് നെയിംസ് ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. നമുക്ക് കാണാം നിക്ക് നെയിംസ് ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളതും കൂടെ നമുക്ക് ഉടൻ തന്നെ നമുക്ക് കാണാവുന്നതാണ്. ഓക്കെ, യെസ്. അപ്പോൾ ഡയമെൻഷൻ നോക്കൂ, നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞു ഡയമെൻഷൻ. mL⁻1 T⁻1 റെഡി. പിന്നെ CGS യൂണിറ്റ് നോക്കൂ. അപ്പോൾ യൂണിറ്റ് ഞാൻ ഓൾറെഡി ഇവിടെ നമുക്ക് പറഞ്ഞു, കിലോഗ്രാം മീറ്റർ⁻1 സെക്കൻഡ്⁻1. അതാണ് നമുക്ക് ഗ്രാം സെൻറ്റിമീറ്റർ⁻1 സെക്കൻഡ്⁻1. അത് തന്നെയാണിത്. കാരണം ഡൈൻ എന്താണെന്ന് നമുക്കറിയാം, ന്യൂട്ടൺ. കിലോഗ്രാം മീറ്റർ/സെക്കൻഡ്²ആണല്ലോ നമ്മൾ ന്യൂട്ടൺ എന്ന് വിളിച്ചത്. അതേപോലെ ഗ്രാം സെൻറ്റിമീറ്റർ/സെക്കൻഡ്² നമ്മൾ ഡൈൻ എന്ന് വിളിച്ചത്. അപ്പോൾ അതിൽ നിന്നാണ് നമ്മളിത് ഉണ്ടാക്കി. അതിനെ നമുക്ക് വിളിക്കുന്ന പേര് പോയിസ്. നൗ SI യൂണിറ്റ് SIയിലേക്ക് നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്തു. അപ്പോൾ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ വിളിക്കാം. റെഡി അല്ലേ? ഓക്കെ, ഈ രൂപത്തിൽ നമുക്ക് അതിനെ വിളിക്കാവുന്നതാണ്. അടുത്തത് നോക്കൂ നിങ്ങൾ. നോക്കൂ ഇവിടെ അതിൻ്റെ വേറെ പേരെന്താ? ഡെക്കാപോയിസ് ഓർ പോയിസിലി.
എന്ന് പോയിസിൽ നിന്നും നിങ്ങൾക്ക് അതിനെ വിളിക്കാം. റെഡി അല്ലേ? അപ്പോൾ ന്യൂട്ടൺ സെക്കൻഡ് മീറ്റർ റേസ് ടു -2, കിലോഗ്രാം മീറ്റർ റേസ് ടു -1, സെക്കൻഡ് റേസ് ടു -1. നോക്കൂ, ഇവിടെ 1-2 പോയിന്റുകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഒന്ന്, ജനറലി ലിക്വിഡ്സ് ലൈക്ക് വാട്ടർ, ആൽക്കഹോൾ എക്സെട്ര ഹാവ് ലെസ് വിസ്കസ് ദാൻ തിക്ക് ലിക്വിഡ്സ് ലൈക്ക് കോൾ, ടാർ, ബ്ലഡ്, ഗ്ലിസറിൻ എക്സെട്ര. റെഡി ആണല്ലോ അല്ലേ? ഹണിക്ക് നോക്കില്ലേ, ഹണി ഇല്ലേ, തേന്, അങ്ങനെ നന്നായിട്ട് ഒഴുകുമോ? ഇല്ല, നന്നായിട്ട് ഒഴുകൂല. അപ്പോൾ അതിന് ഹൈ വിസ്കസ് ഫോഴ്സ് ആണ്. പക്ഷെ പിന്നെ ലിക്വിഡ് വാട്ടറിന് വിസ്കസ് ഫോഴ്സ് കുറവാണ്. ബ്ലഡ് ഈസ് തിക്കർ ദാൻ, ബ്ലഡ് ഈസ് തിക്കർ ദാൻ വാട്ടർ എന്ന് സാധാരണ പറയാനുണ്ട്. എന്ന് വെച്ചാൽ ബ്ലഡിന് ആ വിസ്കസ് ഫോഴ്സ് കൂടുതലാണെന്നുള്ള. ദ റിലേറ്റീവ് വിസ്കോസിറ്റി ഓഫ് ബ്ലഡ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ബിറ്റ്വീൻ 0 and 37 ഡിഗ്രി സി. 37 ഡിഗ്രി, അത് ജസ്റ്റ് ഒരു പോയിന്റ് പറഞ്ഞതുള്ളൂ. നമ്മുടെ ഹ്യൂമൻ നോർമൽ ടെമ്പറേച്ചർ ആണല്ലോ 37 ഡിഗ്രി സി. അപ്പോൾ 0 to 37 ഡിഗ്രി സെൽഷ്യസിൽ ബ്ലഡിൻ്റെ റിലേറ്റീവ് വിസ്കോസിറ്റി എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. നോക്കൂ, വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ്സ് ഡിഗ്രീസസ് വിത്ത് ടെമ്പറേച്ചർ. ദിസ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. എക്സാമിന് പലതവണ ചോദിച്ച പോയിന്റാണ്. നോക്കൂ, വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ് ഡിഗ്രീസസ് വിത്ത് ടെമ്പറേച്ചർ വൈൽ ഇറ്റ് ഇൻക്രീസസ് ഇൻ ദ കേസ് ഓഫ് ഗ്യാഷ്യസ്. ലിക്വിഡ്സിന് ടെമ്പറേച്ചർ കൂട്ടിയാൽ വിസ്കോസിറ്റി കുറയുക ചെയ്യുക. ഗ്യാസിന് തിരിച്ചും. അത് ഓർത്ത് വെക്കാൻ ഞാൻ നിങ്ങൾക്കൊരു ഐഡിയ പറഞ്ഞുതരാം. അതായത് പിന്നെ നിങ്ങൾ റോഡ് പണി നടക്കുന്ന സമയത്ത് റോട്ടിൽ കണ്ടില്ലേ നിങ്ങൾ ടാറൊക്കെ ഒഴിക്കണേ? അപ്പോൾ അവർ കണ്ടില്ലേ റോഡിൻ്റെ സൈഡിൽ വെച്ചിട്ട് വലിയ ടാറിൻ്റെ വലിയ ക്യാൻ എടുത്തിട്ട് അടിയിൽ കത്തിക്കുന്ന കണ്ടില്ലേ? അപ്പോൾ ടാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സോളിഡായിട്ടാണ് അവർക്ക് ആ ക്യാനിലുണ്ടാവുക. അപ്പോൾ കത്തിക്കുന്ന സമയത്ത് നോക്കൂ, അതുകൊണ്ട് സ്മൂത്തായിട്ട് പിന്നെ ലിക്വിഡായിട്ടാണ് മാറുകയാണ്. എന്നിട്ട് കണ്ടില്ലേ നിങ്ങൾ അവർ റോട്ടിൽ ഒഴിക്കണേ? അപ്പോൾ ആ തിക്കായിട്ടുള്ള ഫോർമാറ്റിൽ ഇവർക്ക് റോട്ടിൽ വയ്ക്കാൻ കഴിയുമോ? ഇല്ല. അപ്പോൾ ടെമ്പറേച്ചറാണ് കൂട്ടുമ്പോൾ നോക്കൂ, അതിൻ്റെ വിസ്കോസിറ്റി ഇങ്ങനെ കുറഞ്ഞ് അവർക്ക് ഈസിയായിട്ട് റോഡിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് അവിടെ അവർക്ക് കിട്ടുന്നു. അപ്പോൾ ടെമ്പറേച്ചർ കൂട്ടിയാൽ ലിക്വിഡ്സിൻ്റെ വിസ്കോസിറ്റി എന്താ ശരിക്കാവുന്നത്? വിസ്കോസിറ്റി കുറയും. അപ്പോൾ അത് മനസ്സിലായില്ലേ? ടാറിനെ കുറിച്ച് ആലോചിച്ചാൽ മതി. അതിൻ്റെ ഓപ്പോസിറ്റാണ് ഗ്യാസിന് എന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്ത പോയിന്റ് നോക്കൂ, വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫോർ വിസ്കസ് ഫ്ലോ ഇൻ എ പൈപ്പ് ഈസ് ഷോൺ ബിലോ. ടെക്സ്റ്റ് ബുക്കിലെ ഡയഗ്രാം അത് കണ്ടുപേടിക്കേണ്ട വളരെ സിമ്പിൾ പരിപാടിയാണ്. ഞാൻ പറഞ്ഞത് ഇവിടെ ശ്രദ്ധിക്കും. ഇപ്പോൾ ഒരു പൈപ്പിലൂടെ ലിക്വിഡ് പോകുന്ന സമയത്ത് പോകുമ്പോൾ ഈ സൈഡിൽ വെലോസിറ്റി കുറവായിരിക്കും, പക്ഷേ സെൻറ്ററിൽ നല്ല വെലോസിറ്റി ആണെന്നാണ് ഈ ഡയഗ്രാം സൂചിപ്പിക്കുന്നത്. സൈഡിൽ വെലോസിറ്റി കുറവും സെൻറ്ററിൽ വെലോസിറ്റി കൂടുതലും. അതെങ്ങനെ ഓർത്ത് വെക്കാനുള്ള ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഇതൊരു കനാല്, മനസ്സിലായോ? ഇതൊരു കനാൽ ഇങ്ങനെ വരികയാണ്. ഇങ്ങനെ ഇതിലൂടെ അത് നിങ്ങൾക്കറിയാം, ലോവർ പാർട്ടിൽ ബേസിൽ എന്താ അവിടെ വെലോസിറ്റി കുറവ്, മുകളിലേക്ക് പോകുന്നതനുസരിച്ച് വെലോസിറ്റി ഇങ്ങനെ കൂടി വരും. ക്ലിയർ അല്ലേ? മുകളിലേക്ക് പോകുന്നതനുസരിച്ച് വെലോസിറ്റി കൂടും. ഇനി എന്താണുള്ളത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചിട്ടോ. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ താഴ്ഭാഗത്ത് വെലോസിറ്റി കുറവ്, മേലേക്ക് വെലോസിറ്റി കൂടുതൽ. ഇനി ഈ ഒരു കനാൽ നോക്കൂ, ഇങ്ങനെ വരുന്ന ഈ കനാലിനെ ഞാൻ 2 അറ്റും പിടിച്ച് ഇങ്ങനെ വളക്കുക. നോക്കൂ, ഇങ്ങനെ വളച്ചിട്ട് ഇങ്ങനെ ക്ലോസ് ആയി കഴിഞ്ഞാൽ അത് പൈപ്പായില്ലേ? അപ്പോൾ നോക്കൂ, ഇതിനോട് കോണ്ടാക്റ്റിൽ നിന്നിരുന്ന ഈ ഭാഗത്ത് ആയിരുന്നല്ലോ നമുക്ക് വെലോസിറ്റി കുറവുള്ളത്. അപ്പോൾ അതിങ്ങനെ വന്നതോടുകൂടി ആ ഭാഗം കംപ്ലീറ്റ് റൗണ്ടായി പോകും. എന്ന് വെച്ചാൽ എന്താ, പൈപ്പിലൂടെ ഇങ്ങനെ ഈ രൂപത്തിലാണ് പൈപ്പിലൂടെ വെള്ളം പോകുന്നതെങ്കിൽ പൈപ്പുമായിട്ട് കോണ്ടാക്റ്റിൽ നിൽക്കുന്ന ഭാഗത്ത് വെലോസിറ്റി കുറവും, അവിടുന്ന് അതാണ് അതിൻ്റെ ഗ്രൗണ്ട് ലെവല്, അവിടുന്ന് മുകളിലേക്ക് ഇങ്ങനെ വരുന്നതിനനുസരിച്ചിട്ട് വെലോസിറ്റി കൂടും. അപ്പോൾ സ്വാഭാവികമായിട്ടും സെൻറ്ററിൽ നമുക്ക് എന്തായിരിക്കും? വെലോസിറ്റി കൂടുതലായിരിക്കും. ഇത്രയും കിട്ടിയല്ലോ? യെസ്. ഇനി നോക്കൂ, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട 2 ഭാഗമാണ് സംസാരിക്കാനുള്ളത്, സ്റ്റോക്സ് ലോ ആൻഡ് ടെർമിനൽ വെലോസിറ്റി. എന്താ സ്റ്റോക്സ് ലോ പറഞ്ഞത്? ന്യൂട്ടന്റെ വിസ്കസ് ഫോഴ്സിന്റെ ഇക്വേഷനാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളത്. സ്റ്റോക്സ് ലോ നമ്മളോട് പറഞ്ഞു നോക്കൂ, അക്കോർഡിംഗ് ടു സ്റ്റോക്സ് ലോ ദ ബാക്ക്വേർഡ് വിസ്കസ് ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ സ്മോൾ സ്ഫെരിക്കൽ ബോഡി ഓഫ് റേഡിയസ് r വിത്ത് യൂണിഫോം വെലോസിറ്റി v ത്രൂ എ ഫ്ലൂയിഡ് ഓഫ് വിസ്കോസിറ്റി ഈറ്റ ഈസ് ഗിവൺ ബൈ, നമ്മൾ ബൈ ഹാർട്ടിൽ നിൽക്കേണ്ട ഒരു ഇക്വേഷനാണ് F ഈസ് ഈക്വൽ ടു F is equal to 6 pi eta RV. F is equal to 6 pi eta RV. പറയാം. ഇപ്പോൾ നോക്കൂ, ഒരു വിസ്കസ് മീഡിയം, ആ വിസ്കസ് മീഡിയത്തിലൂടെ നമ്മൾ നോക്കൂ ഒരു സ്ഫെരിക്കൽ ബോഡി, അതിന് മാത്രമുള്ള ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നുള്ളൂ. അതിൻ്റെ ഡെറിവേഷനിലേക്കോ ബാക്കി കാര്യങ്ങളോ നമുക്ക് സിലബസിലില്ല, നമുക്ക് നേരിട്ട് അപ്ലൈ ചെയ്യാനാണ്. അപ്പോൾ നമുക്കൊരു വിസ്കസ് മീഡിയത്തിലൂടെ ഒരു സ്ഫെരിക്കൽ ബോഡി നീങ്ങുന്ന സമയത്ത് v വെലോസിറ്റിയിൽ നീങ്ങുമ്പോൾ അതിൻ്റെ ഡിഫറൻറ്റ് ലെയേഴ്സിനെ പെനിട്രേറ്റ് ചെയ്തിട്ട് വേണ്ടത് പോകാൻ.
അങ്ങനെ പോകുന്ന സമയത്ത് ആ ബോഡിക്ക് മുകളിൽ ഒരു ബാക്ക്വേർഡ് വിസ്കസ് ഫോഴ്സ് വേറെ ആക്ട് ചെയ്യുന്നുണ്ട്. ആ വിസ്കസ് ഫോഴ്സ് സ്ഫെരിക്കൽ ബോഡി ആണെങ്കിൽ അതിൻ്റെ വിസ്കസ് ഫോഴ്സിൻ്റെ ഇക്വേഷനാണ് എഫ് ഇസിക്കൽ 6π∗RV. അത് ആ ഒരു ഫ്ലോയിൽ തന്നെ അത് ഓർത്ത് വെക്കാൻ ശ്രദ്ധിക്കുക. 6π∗RV 6π∗RV. അപ്പോൾ എഫ് ഇസിക്കൽ 6π∗RV. ഒന്നുകൂടെ ഒരു വിസ്കസ് മീഡിയത്തിൽ, ഒരു സ്ഫെരിക്കൽ ബോഡി വിസ്കസ് മീഡിയത്തിലൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡിഫറെൻറ്റ് ലേയേഴ്സിൽ കടന്നുകൊണ്ടേ പോകാൻ. അപ്പോൾ ഈ മീഡിയം ആ ഒബ്ജക്റ്റിൻ്റെ മുകളിൽ ഒരു ബാക്ക്വേർഡ് ഫോഴ്സ്, വിസ്കസ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സിൻ്റെ ഇക്വേഷനാണ് സ്ഫെരിക്കൽ ബോഡി ആണെങ്കിൽ 6π∗RV, വേർ R is the radius and V is the speed of the body. ഈറ്റ അറിയാൻ നിങ്ങൾക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി. അപ്പോൾ സ്റ്റോക്സ് ലോ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ പറയുക? സാധാരണഗതിയിൽ ഏതു കേസാണെങ്കിലും നോർമൽ കേസിൽ വെലോസിറ്റി കൂടുമ്പോൾ അതിൻ്റെ ബാക്ക്വേർഡ് ഡ്രാഗിങ് ഫോഴ്സ് എന്താണെന്നുണ്ടെങ്കിലും അത് കുറയുക ചെയ്യുക. ബാക്ക്വേർഡ് ഡ്രാഗിങ് ഫോഴ്സ്, അതിനെ മോഷനെ ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സ് എപ്പോഴും വെലോസിറ്റി കൂടുമ്പോൾ കുറയുകയാണ് ചെയ്യുക. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ വെലോസിറ്റി കൂടുന്നതനുസരിച്ച് ഈ ഒപ്പോസിങ് ഫോഴ്സ് കൂടുക ചെയ്യാം. അപ്പോൾ സ്റ്റോക്സ് ലോ ഈസ് എൻ ഇൻട്രസ്റ്റിംഗ് എക്സാമ്പിൾ ഓഫ് റിട്ടാർഡിംഗ് ഫോഴ്സ് വിച്ച് ഈസ് പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി. വെലോസിറ്റി കൂടുന്നതനുസരിച്ച് ഒപ്പോസിങ് ഫോഴ്സ് കൂടുന്നതിൻ്റെ ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ് സ്റ്റോക്സ് ലോ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതും കൂടെ നമുക്ക് അത്യാവശ്യമുണ്ട്. എന്തിന്? നമ്മുടെ ഫൈനൽ എയിമിലേക്കാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൻ്റെ മെയിൻ എയിം. നമുക്ക് ടെർമിനൽ വെലോസിറ്റി എന്താണെന്ന് പഠിക്കലാണ്. അതെന്താണെന്നും അതിൻ്റെ ഇക്വേഷൻ്റെ ഡെറിവേഷനും പഠിക്കലാണ് നമ്മുടെ മെയിൻ ടാസ്ക്. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ ഇന്ന് തന്നെ എഴുതി പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. നോക്കാം. ടെർമിനൽ വെലോസിറ്റി, ആ പേരിൽ ഉണ്ടല്ലേ ടെർമിനൽ, അവസാനത്തെ വെലോസിറ്റിയാണ്. അതിൻ്റെ ഡെഫിനേഷൻ നോക്കി, എന്തൊരു ഇൻട്രസ്റ്റിംഗ് ഡെഫിനേഷൻ അറിയാം. ഇറ്റ് ഈസ് ദ മാക്സിമം. അപ്പോൾ അത് മാക്സിമം എന്ന് മനസ്സിലായി. കോൺസ്റ്റൻറ്റ് വെലോസിറ്റി, അപ്പോൾ കോൺസ്റ്റൻറ്റ് ആണ് അക്വയർഡ് ബൈ എ ബോഡി വൈൽ ഫാളിംഗ് ത്രൂ എ വിസ്കസ് മീഡിയം. The maximum constant velocity acquired by a body while falling through a viscous medium is called a terminal velocity. അതിനാ ടെർമിനൽ വെലോസിറ്റി. അങ്ങനെ പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല, എക്സാമ്പിൾ പറഞ്ഞാലും മനസ്സിലാവുള്ളൂ. പറയാം. ഇത് പറയാനും ക്വസ്റ്റ്യൻ ചോദിക്കലും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റെയിൻ ഡ്രോപ്പിനെ ബേസ് ചെയ്തിട്ടാണ് സാധാരണഗതിയിൽ ക്വസ്റ്റ്യനും വരാറുള്ളത്. അപ്പോൾ ഞാൻ റെയിൻ ഡ്രോപ്പിൻ്റെ കേസ് തന്നെ എടുക്കാം. അപ്പോൾ നോക്കൂ, മുകളിൽ നിന്ന് ഒരു റെയിൻ ഡ്രോപ്പ് ഇങ്ങനെ ഫാൾ ചെയ്യുക. ഒരു റെയിൻ ഡ്രോപ്പ് ഫാൾ ചെയ്യുന്നു. അപ്പോൾ ആ റെയിൻ ഡ്രോപ്പ് ഇങ്ങനെ ഫാൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചോ, റെയിൻ ഡ്രോപ്പ് ഇങ്ങനെ ഫാൾ ചെയ്യുന്നതനുസരിച്ച് വെലോസിറ്റി ഇങ്ങനെ കൂടുക. അങ്ങനെ ഇത് എയറിലൂടെ താഴേക്ക് വരുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിക്കണേ. ഈ റെയിൻ ഡ്രോപ്പിൻ്റെ ഷേപ്പ് നമ്മൾ സ്ഫെരിക്കൽ ഷേപ്പാണ് അസ്യൂം ചെയ്യുന്നത്. റെയിൻ ഡ്രോപ്പ് ഹാസ് സ്ഫെരിക്കൽ ഷേപ്പ്. അപ്പോൾ ആ ഒരു സ്ഫെരിക്കൽ റെയിൻ ഡ്രോപ്പ് ഇങ്ങനെ താഴേക്ക് വരുമ്പോൾ അതിന് താഴോട്ട് എന്തൊക്കെ ഫോഴ്സാണ് ഉള്ളത്? താഴോട്ട് എന്താ നമ്മൾ ആലോചിച്ച് നോക്കുക. ഫ്രീ ഫാളിൻ്റെ കേസാണെന്ന് തന്നെ വിചാരിച്ചു കഴിഞ്ഞാൽ ഓരോ സെക്കൻഡിലും 10 m/s² ആണ് അതിന് ആക്സലറേഷൻ എങ്കിൽ ഓരോ സെക്കൻഡിലും 10 m/s വെലോസിറ്റി ഇങ്ങനെ കൂടി വന്നാൽ അവസാനം റെയിൻ ഡ്രോപ്പ് ഇവിടെ നമ്മളെടുത്ത് എത്തുമ്പോഴത്തേനൊരു വൻ വെലോസിറ്റിയിൽ ഇവിടെ വന്നിട്ടാണ്ട് ഹിറ്റ് ചെയ്യണം. പക്ഷെ അങ്ങനത്തെ ഒരു വെലോസിറ്റിയിലൊന്നും റെയിൻ ഡ്രോപ്പ് ഇവിടെ ഹിറ്റ് ചെയ്യണില്ല. അപ്പോൾ ശരിക്കും എന്താ സംഭവിക്കണമെന്ന് പറയും. അതിനൊരു മാക്സിമം വെലോസിറ്റി ഉണ്ട്. ആ വെലോസിറ്റി അക്വയർ ചെയ്താൽ പിന്നെ വെലോസിറ്റി കൂടൂല, പിന്നെ കൂടാതെയാണ് വരുന്നതെന്നാണ് ഈ പറയണത്. അപ്പോൾ ഞാൻ പറയാവുന്നൂടെ. അപ്പോൾ റെയിൻ ഡ്രോപ്പ് എയറിലൂടെ അങ്ങനെ ഫാൾ ചെയ്യുന്ന സമയത്ത് റെയിൻ ഡ്രോപ്പിൻ്റെ മുകളിൽ ഏതൊക്കെ ഫോഴ്സുകൾ നോക്ക്. ഒന്ന്, വെയിറ്റ് താഴോട്ട്, ഡൗട്ടില്ല. രണ്ട് അത് ഈ എന്തിലുള്ളത്? ഒരു ഫ്ലൂയിഡിൽ. അപ്പോൾ മീൻസ് എയർ ഒരു ഫ്ലൂയിഡാണല്ലോ. അപ്പോൾ ആ റെയിൻ ഡ്രോപ്പ് നിൽക്കുന്ന സ്ഥലത്തുള്ള വോളിയം ഓഫ് എയറിനെ അത് ഡിസ്പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഡിസ്പ്ലേസ്ഡ് എയറിൻ്റെ വെയിറ്റ് എത്രയാണോ അതിന് ഇക്വലൻ്റ് ആയ ഒരു അപ്വേർഡ് ത്രസ്റ്റ് ഇതിൻ്റെ മുകളിലുണ്ട്. മനസ്സിലായോ? മൂന്നാമത്തെ കാര്യം അത് വി വെലോസിറ്റിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഫ്ലൂയിഡിലൂടെ വി വെലോസിറ്റിയിൽ വരുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് എന്തുണ്ട്? ഒരു വിസ്കസ് ഫോഴ്സ് ഉണ്ട്. അപ്പോൾ 3 ഫോഴ്സുകൾ ഇവിടെ റെയിൻ ഡ്രോപ്പിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ആ 3 ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ അതിൽ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ, ഒരു ഡിറക്ഷനിലാണ് 2 ഫോഴ്സ്. ഐ വിൽ എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ. ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് ഒരു ഫോഴ്സ് ഉള്ളത്. അപ്പോൾ ഏതോ ഒരു സ്റ്റേജ് എത്തുമ്പോൾ അതിൻ്റെ മുകളിലുള്ള നെറ്റ് ഫോഴ്സ് എന്താവുന്നു? 0 ആവുന്നു. നെറ്റ് ഫോഴ്സ് 0 ആയി കഴിഞ്ഞാൽ അപ്പോൾ എന്താ സംഭവിക്കുക? ആ നെറ്റ് ഫോഴ്സ് 0 ആകുന്നത് വരെ അതിൻ്റെ വെലോസിറ്റി ഇങ്ങനെ കൂടി വരിക. ഏതൊരു സ്റ്റേജിലാണോ അതിൻ്റെ നെറ്റ് ഫോഴ്സ് 0 ആയത് അവിടുന്ന് അങ്ങോട്ട് അതിൻ്റെ മുകളിൽ നെറ്റ് ഫോഴ്സ് 0 ആണ്. നെറ്റ് ഫോഴ്സ് 0 ആണെങ്കിൽ അപ്പം എന്താണോ അതിൻ്റെ വെലോസിറ്റി ഉള്ളത് ആ വെലോസിറ്റിയിലാണ് പിന്നെ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ വെലോസിറ്റിയിലെ പിന്നെ അത് പോവുക. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ആ വെലോസിറ്റി എന്താണ്? അതൊരു മാക്സിമാണ്.
പേടിക്കേണ്ട കേട്ടോ, നമ്മൾ ആ എക്സ്പ്ലനേഷനിലേക്ക് ഇനിയും പോകുന്നുണ്ട്. മാക്സിമം ആണ്, അതോടൊപ്പം തന്നെ അത് എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. അതെങ്ങനെ വരുന്നു അതാണ് ഇപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് തുടങ്ങാം. എന്താണ് ഈ ഡെഫിനിഷനിലേക്ക് നമ്മൾ ഈ ഡെറിവേഷൻ കഴിഞ്ഞതിന് ശേഷം, സിമ്പിൾ ഡെറിവേഷനാണ്, ഡെറിവേഷൻ കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ ഈ ഡെഫിനിഷനിലേക്ക് വരുന്നുണ്ട്. നോക്കാം. കൺസിഡർ എ സ്ഫെരിക്കൽ ബോഡി ഓഫ് റേഡിയസ് ആർ ഫാളിംഗ് ത്രൂ എ വിസ്കസ് ലിക്വിഡ് ഓഫ് ഡെൻസിറ്റി സിഗ്മ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ സിഗ്മ എന്ന് പറഞ്ഞത് എന്താണ്, ലിക്വിഡിൻ്റെ ഡെൻസിറ്റിയാണ്. ഓക്കെ, ലിക്വിഡിൻ്റെ, അതായത് ഫ്ലൂയിഡ്, ഏതാണോ ഫ്ലൂയിഡ് ആ ഫ്ലൂയിഡിൻ്റെ. കൺസിഡർ സ്ഫെരിക്കൽ ഡ്രോപ്പ് ഓഫ് റേഡിയസ് ആർ ഫാളിംഗ് ത്രൂ എ വിസ്കസ് ലിക്വിഡ് ഓഫ് ഡെൻസിറ്റി സിഗ്മ ആൻഡ് കോഎഫിഷ്യൻറ്റ്. ഓക്കെ, മനസ്സിലായോ? അതായത് ആ ബോഡിൻ്റെ അല്ല. ലെറ്റ് റോ ബി ദ ഡെൻസിറ്റി ഓഫ് ദ ബോഡി. മനസ്സിലായല്ലോ, ബോഡിൻ്റെ ഡെൻസിറ്റി റോ. അപ്പോൾ രണ്ട് ഡെൻസിറ്റി ഇവിടെ ഉണ്ട്. ഒന്ന് നമ്മളെ ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി, രണ്ട് ആരാണോ ഫാൾ ചെയ്യുന്നത് അയാളുടെ ഡെൻസിറ്റി. അയാളുടെ ഡെൻസിറ്റിയാണ് റോ, ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റിയാണ് സിഗ്മ. ആസ് ദ ബോഡി ഫാൾസ് വേരിയസ് ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ ബോഡി. ഏതൊക്കെയാണ് ആ വേരിയസ് ഫോഴ്സ്? ഒന്ന് വെയിറ്റ്, അതിൽ ഡൗട്ട് ഇല്ലല്ലോ, അത് നമുക്ക് ആദ്യം പറയാം. വെയിറ്റ് ഓഫ് ദ ബോഡി ആക്ടിങ് വെർട്ടിക്കലി ഡൗൺവേർഡ്, അതിൽ നമുക്ക് നോ ഡൗട്ട് അറ്റ് ഓൾ, അതിൽ ഡൗട്ടില്ല. വെയിറ്റ് എന്താ? mg. എം സ്ഫെരിക്കൽ ബോഡിയാണ്, സ്ഫെരിക്കൽ ബോഡിയാണ്. അപ്പോൾ നോക്കൂ, നമുക്ക് ബോഡിയുടെ ഡെൻസിറ്റി റോ എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം. വോളിയം എത്ര? 4/3 പൈ ആർ ക്യൂബ്, 4/3 പൈ ആർ ക്യൂബ്. അപ്പോൾ മാസ് എത്ര? 4/3 പൈ ആർ ക്യൂബ് റോ ഇൻറ്റു ജി. അപ്പോൾ നോക്കൂ, വെയിറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു, വെയിറ്റ് കിട്ടി. കൺഫ്യൂഷൻ ഇല്ലല്ലോ. വെയിറ്റിൽ വെർട്ടിക്കൽ ഡൗൺവേർഡ് ഡിറക്ഷനിൽ വെയിറ്റ് ആക്ട് ചെയ്യുന്നു, ആ ഒരു ഫോഴ്സിൽ ഡൗട്ടില്ല. രണ്ടാമത്തെ ഫോഴ്സ് ഞാൻ പറഞ്ഞു നോക്കണം, ഇതൊരു ഫ്ലൂയിഡിലൂടെ ഫാൾ ചെയ്യുന്ന. അപ്പോൾ ഫ്ലൂയിഡിലൂടെ ഫാൾ ചെയ്യുന്ന സമയത്ത് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പറഞ്ഞ ഒരു അപ്ത്രസ്റ്റ് നമുക്ക് അവിടെ ഉണ്ടാവും. അപ്പോൾ ആ അപ്ത്രസ്റ്റ് കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവിടെ ശ്രദ്ധിക്കേണ്ടത്, അപ്ത്രസ്റ്റ് എന്ന് പറഞ്ഞത് ഡിസ്പ്ലേസ്ഡ് ലിക്വിഡിൻ്റെ വെയിറ്റിന് ഈക്വല. എന്താണ്? ഡിസ്പ്ലേസ്ഡ് ലിക്വിഡിൻ്റെ വെയിറ്റിന് ഈക്വൽ. നോക്കാം നമുക്ക്. അപ്വേർഡ് ത്രസ്റ്റ് വിച്ച് ഈസ് ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ്. അവിടെയാണ് ശ്രദ്ധിക്കണം കേട്ടോ, നല്ലോണം ശ്രദ്ധിക്കണം. വെയിറ്റ് ഓഫ് ദ ഡിസ്പ്ലേസ്ഡ് ലിക്വിഡാണ്. അപ്പോൾ അതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞത് നോക്കൂ, വെയിറ്റ് നമുക്ക് ചെക്ക് ചെയ്യാം. അതിൻ്റെ വെയിറ്റ്, ഡിസ്പ്ലേസ്ഡ് ലിക്വിഡിൻ്റെ വെയിറ്റ് ആണ് അപ്ത്രസ്റ്റ്. അപ്പോൾ നമുക്ക് അപ്ത്രസ്റ്റ് ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്ഡ് ലിക്വിഡിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്ഡ് ലിക്വിഡിൻ്റെ മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ ഡിസ്പ്ലേസ്ഡ് ലിക്വിഡിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്പ്ലേസ്ഡ് ലിക്വിഡിൻ്റെ വോളിയം ഇൻറ്റു ആ ലിക്വിഡിൻ്റെ ഡെൻസിറ്റി. അപ്പോൾ ലിക്വിഡിൻ്റെ ഡെൻസിറ്റിക്ക് സംശയമില്ല. നോക്കൂ, ലിക്വിഡിൻ്റെ ഡെൻസിറ്റിനെ ഞാൻ ഇവിടെ എഴുതാണ് എന്താ? സിഗ്മ. ദാറ്റ് ഈസ് ഈക്വൽ ടു അതിൻ്റെ മാസ് എം ഡാഷ് ഡിവൈഡഡ് ബൈ അതിൻ്റെ വോളിയം. ആ ഡിസ്പ്ലേസ് ചെയ്ത ലിക്വിഡിൻ്റെ വോളിയം തീർച്ചയായിട്ടും എന്തായിരിക്കും? നമ്മുടെ ഈ സ്ഫെരിക്കൽ ബോഡിൻ്റെ വോളിയത്തിന് ഈക്വലാ. കാരണം ആ സ്ഫെരിക്കൽ ബോഡി ഇപ്പോൾ അവിടെ എവിടെയാണോ ഉള്ളത് ആ സ്ഥലത്തുണ്ടായിരുന്ന ലിക്വിഡല്ലേ ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ടത്. മനസ്സിലായോ? അപ്പോൾ വോളിയം എന്ത് തന്നെയാണ് വരിക? നേരത്തെ അതേ 4/3 പൈ ആർ ക്യൂബ്. അപ്പോൾ ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുക? ഇവിടെ 4/3 പൈ ആർ ക്യൂബ് സിഗ്മ. 4/3 പൈ ആർ ക്യൂബ് സിഗ്മ, അതാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. 4/3 പൈ ആർ ക്യൂബ് സിഗ്മ ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അതും കൂടെ നമ്മളവിടെ കൊടുക്കണം, ഇൻറ്റു ജി. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ഫോഴ്സായി, സെക്കൻഡ് ഫോഴ്സായി. ഇനി ആരാളുള്ളത്? ഇനി നോക്കൂ, ഈ വിസ്കസ് മീഡിയത്തിലൂടെ ഇത് താഴോട്ട് ഫാൾ ചെയ്യുന്ന സമയത്ത് സ്റ്റോക്സ് ലോ പ്രകാരമുള്ള വിസ്കസ് ഫോഴ്സ് ഉണ്ടാവും. അതെങ്ങോട്ടാണ്? മുകളിലേക്ക്. അപ്പോൾ അപ്വേർഡ് ത്രസ്റ്റ് മുകളിലേക്ക്. അടുത്തത് അതെത്ര? 6 പൈ ഈറ്റ ആർ വി. അതിൽ പിന്നെ വേറെ ഒന്നും നമുക്ക് നോക്കാനില്ല, അത് 6 പൈ ഈറ്റ ആർ വി. ഈ അവസാനം ഞാൻ ഈ കാണിച്ച ഈ രണ്ട് ഫോഴ്സിൻ്റെയും പ്രത്യേകത എന്താ? ഈ രണ്ട് ഫോഴ്സും അപ്വേർഡ് ഡിറക്ഷനിലാണ്. എന്നാൽ വെയിറ്റ് എങ്ങോട്ടാണുള്ളത്? വെയിറ്റ് താഴോട്ടാണ്. അപ്പോൾ എന്നിട്ട് നോക്കുക, ആരായിരിക്കും ഇതിൽ കൂടുതൽ? ഒബ്വിയസ്ലി വെയിറ്റ്. അതുകൊണ്ടാണല്ലോ. അപ്പോൾ ഇനി ഇതൊരു ജനറൽ ബോഡിൻ്റെ കേസിലാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനിയിപ്പോൾ റെയിൻ ഡ്രോപ്പിൻ്റെ കേസിൽ തന്നെ ഇവിടെ ആലോചിച്ച് നോക്ക്. അപ്പോൾ റെയിൻ ഡ്രോപ്പ് താഴോട്ടല്ലേ ഫാൾ ചെയ്യണത്. അപ്പോൾ താഴോട്ട് ഫാൾ ചെയ്യാൻ എന്താ? താഴോട്ടുള്ള ഫോഴ്സ് കൂടിയോണ്ടാ. മുകളിലേക്ക് ഫോഴ്സ് ഉണ്ട്. പക്ഷേ പ്രശ്നം, താഴോട്ടുള്ള ഫോഴ്സ് നോക്കൂ, അത് എപ്പോഴും ഇത് തന്നെയാണ്. ഇതിൽ ആർക്കും മാറ്റം വരാനില്ല. 4/3 മാറ്റില്ല, പൈക്ക് മാറ്റില്ല, ആർ ക്യൂബ് റോ ജി ഇത് കോൺസ്റ്റൻ്റാ. അപ്പോൾ താഴോട്ട് വരുന്നതനുസരിച്ച് ഈ ഫോഴ്സിൽ മാറ്റമില്ല. താഴോട്ട് വരുന്നതനുസരിച്ച് മുകളിലേക്കുള്ള ഈ ഫോഴ്സിൽ മാറ്റില്ല. പക്ഷേ താഴോട്ട് വരുന്നതിനനുസരിച്ച് ബോഡിയുടെ സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുക. ആ സ്പീഡ് കൂടുന്നതിനനുസരിച്ചിട്ട് നോക്കൂ, ഈ ഫോഴ്സ് കൂടുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുക? അപ്പോൾ ഒരു ഒബ്ജക്റ്റ് നോക്കൂ, നമ്മൾ പിന്നെ വരയ്ക്കുന്ന സമയത്ത് ഇതാ ഞാൻ ഇവിടെ കാണിക്കാം. നോക്കൂ, നന്നായിട്ട് ശ്രദ്ധിക്കും.
ഇവിടെ ശ്രദ്ധിക്കട്ടോ, ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ്. ഇതിൻ്റെ താഴോട്ട് നമുക്ക് ആരുണ്ട്, താഴോട്ട് വെയിറ്റ് ഉണ്ട്. വെയിറ്റ് എത്രയാണ്, 4/3πr³ റോ ജി, ഇതാണ് വെയിറ്റ്. മുകളിലേക്ക് നമുക്കുള്ള ഫോഴ്സുകൾ ഏതാ, നമുക്ക് ഒരു ഫോഴ്സ് നമുക്കുള്ളത് രണ്ട് ഫോഴ്സുകൾ നമുക്ക് മുകളിലേക്കുണ്ട്, നോക്കാം. യെസ്, ഒരു ഫോഴ്സ് നോക്കൂ, 4/3πr³ സിഗ്മ ജി, ഇതാരാ, അപ്ത്രസ്റ്റ് ബോയിന്റ് ഫോഴ്സ് ആണ്. രണ്ടാമത്തെ ഫോഴ്സ് നോക്കൂ, ഇതാരാണ്, ഇത് 6π∗rv ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്താ, വെലോസിറ്റി കൂടുന്നതിനനുസരിച്ച് താഴേക്ക് വരുന്നതിനനുസരിച്ച് ഒബ്വിയസ്ലി സ്പീഡ് കൂടും. സ്പീഡ് അല്ലേ, ഫോഴ്സ് ഉണ്ടല്ലോ, നെറ്റ് ഫോഴ്സ്, കാരണം ഇത് ഈ ഫോഴ്സും ആഡ് ചെയ്യുന്നു, ഇത് ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ. ഇത് രണ്ടും കൂടി ബാലൻസ് ചെയ്തിട്ടില്ല ഇനീഷ്യലി അത് ബാലൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ തന്നെ നിൽക്കൂലേ. ഇനീഷ്യലി താഴോട്ട് വരാൻ കാരണം എന്താ, വെയിറ്റ് കൂടുതലുണ്ടാവും. പക്ഷെ വെയിറ്റ് കൂടുതലുകൊണ്ട് താഴേക്ക് വരുന്നു, അപ്പോൾ ഫോഴ്സ് കൂടുതലുണ്ട്, ഫോഴ്സ് ഉള്ളതുകൊണ്ട് അതിന് ആക്സലറേഷൻ ഉണ്ട്. ആക്സലറേഷൻ ഉണ്ടാകുമ്പോൾ വെലോസിറ്റി ഇങ്ങനെ കൂടി വരിക. വെലോസിറ്റി കൂടുമ്പോൾ എന്താ സംഭവിക്കുക, വെലോസിറ്റി കൂടുന്നതിനനുസരിച്ച് ഈ 3 ഫോഴ്സുകളിൽ ഒരു ഫോഴ്സിൻ്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഗ്രാജുവലി താഴേക്ക് വരുന്നതിനനുസരിച്ചിട്ട് മുകളിലേക്കുള്ള ഫോഴ്സ് കൂടി വരുന്നുണ്ട്. അപ്പോഴും ഫോഴ്സ് ഏറ്റവും കൂടുതൽ നെറ്റ് ഫോഴ്സ് എങ്ങോട്ട് തന്നെയാണ്, ഡൗൺവേർഡ്. പക്ഷെ മുകളിലേക്കുള്ള ഫോഴ്സ് ക്രമേണ കൂടി വരുന്നു. ഒരു പെർട്ടിക്കുലർ ലെവലിൽ എത്തുമ്പോൾ നെറ്റ് അപ്വേർഡ് ഫോഴ്സും നെറ്റ് ഡൗൺവേർഡ് ഫോഴ്സും ഈക്വൽ ആവുക. ആ സ്റ്റേജിന് ആ സമയത്ത് എന്താണോ നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി എത്തുന്നത്, ദാറ്റ് വെലോസിറ്റി ഈസ് കോൾഡ് ടെർമിനൽ വെലോസിറ്റി. നോക്കാം നമുക്ക്. അപ്പോൾ നോക്കൂ, വെൻ ദ ബോഡി അറ്റൈൻസ് ടെർമിനൽ, കാരണം ആ വെലോസിറ്റിയിലാണ് പിന്നെ തുടരുക. പിന്നെ തുടരാൻ മാക്സിമം ആണെന്ന് മനസ്സിലായില്ലേ, ഇങ്ങനെ വരുന്ന വെച്ചാൽ വെലോസിറ്റി കൂടി അത് മാക്സിമമായി. പിന്നെ അത് കോൺസ്റ്റന്റ് ആകേണ്ട, നെറ്റ് ഫോഴ്സ് 0 ആയി. ഇനി വെലോസിറ്റി കൂടുന്നില്ല, വെലോസിറ്റി കൂടാത്തതുകൊണ്ട് തന്നെ പിന്നെ ആ വെലോസിറ്റിയിൽ തുടരുന്നു. ഇനി അതാണ് മാക്സിമം കോൺസ്റ്റന്റ് വെലോസിറ്റി അക്വയർഡ് ബൈ എ ബോഡി വൈൽ ഫാളിംഗ് ത്രൂ എ വിസ്കസ് മീഡിയം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത്. അപ്പോൾ ടെർമിനൽ വെലോസിറ്റി വരുമ്പോൾ നോക്കൂ, അപ്ത്രസ്റ്റ് അതുപോലെ സ്റ്റോക്സ് ലോ പ്രകാരമുള്ള വിസ്കസ് ഫോഴ്സ്, ഇത് രണ്ടും കൂടി എങ്ങോട്ടാ, മുകളിലേക്ക്. ഇതെങ്ങോട്ടാ, താഴോട്ട്. ഇത് വെയിറ്റാണ് W. ഇത് സ്റ്റോക്സ് ലോ പ്രകാരമുള്ള ഫോഴ്സ്, ഇത് നമ്മുടെ അപ്ത്രസ്റ്റ്. മനസ്സിലായോ? ഒന്നുമില്ല, അത് വേണം, ഇനിയൊന്നും പറയാനില്ല. ഇനി ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക, റീഅറേഞ്ച് ചെയ്യുക, ഫിനിഷ്ഡ്. നോക്കൂ, ഈ യു കൊടുക്കുന്നു, 4/3πr³ സിഗ്മ ജി. ദെൻ നോക്കൂ, ഇത് 6π∗r, ഞാനിവിടെ VT എന്ന് കൊടുത്താൽ എന്താ, കാരണം ഇത് ബാലൻസ് ചെയ്യുന്ന സമയത്ത് ആ ഫൈനൽ വെലോസിറ്റിക്കാണ് ടെർമിനൽ വെലോസിറ്റി പറയുന്നത്, ഈക്വൽ ടു 4/3πr³ റോ ജി, വെയിറ്റ്. മനസ്സിലായോ? ഇനി ഒന്നുമില്ല, നോക്കൂ, ഇയാളെ മാത്രം ഇവിടെ നിർത്തുന്നു, ഇത് നമ്മൾ അങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ 4/3πr³ കോമൺ ആയിട്ട് പുറത്തെടുക്കുക, അത് നമ്മൾ പുറത്തെടുത്തു. പിന്നെ ഇവിടെ ആരാള്, റോ. ഇതിലാരാ ബാക്കിയുള്ളത്, സിഗ്മ, -σ × ജി. നമുക്ക് വേണ്ടത് നോക്കൂ, ഈ VT ആണ്. അപ്പോൾ VTനെ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം, നോക്കൂ, ഇവിടെ നമുക്ക് ആരാളുള്ളത്, 6. അപ്പോൾ ആ 6നെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ എന്താവും, 3 × 6, അതെത്ര, 3 × 6 നമുക്ക് 18 കിട്ടും. ആ 18ൽ ഡിനോമിനേറ്ററിൽ നമുക്ക് എന്താ നോക്കൂ, VT ഈസ് ഈക്വൽ ടു 4 അവിടെ ഓൾറെഡി ഉണ്ട്, ഡിവൈഡഡ് ബൈ 18. പിന്നെ ഈ പൈ നമ്മൾ ക്യാൻസൽ ചെയ്തു, ഒരാറും ക്യാൻസൽ ചെയ്തു, ഇവിടെ r² ആയി. അപ്പോൾ നമുക്ക് അവിടെ ഉള്ളത് പിന്നെ r² റോ -σ × ജി. അത് നോക്കൂ, 4ഉം 18ഉം നമ്മൾ ക്യാൻസൽ ചെയ്ത, ഇവിടെ 2, ഇവിടെ 9. അതാണ് നമ്മളിവിടെ കാണുന്നത് 2/9 r² റോ -σ × ജി ഡിവൈഡ് ബൈ ഈ ഈറ്റനെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പോൾ ഡിവൈഡഡ് ബൈ ഈറ്റ കഴിഞ്ഞു. മനസ്സിലായോ? ഈ ഇക്വേഷനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ടെർമിനൽ വെലോസിറ്റി. അപ്പോൾ ടെർമിനൽ വെലോസിറ്റി ഇക്വേഷൻ കാണുമ്പോൾ വലിയെന്തോ സാധനമാണ്, പക്ഷേ ഇത് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതും ഇങ്ങനെയല്ല. ശരിക്കും ഈ കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതൊരു സ്റ്റോറി പോലെ അത് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. ടെർമിനൽ വെലോസിറ്റി മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ടെർമിനൽ വെലോസിറ്റി 2/9 r². പിന്നെ ഇത് ചില ആൾക്കാർക്ക് ഇവിടെ കൺഫ്യൂഷൻ ആവും, ഇത് റോ -σ ആണോ അതോ σ - റോ ആണോ, ആരാണത്? അവിടെ ഒന്ന് വലുത് മൈനസ് ചെറുത്, ഇത്ര ഉള്ളൂ കേട്ടോ. എപ്പോഴും വലുതായതായിരിക്കും ആ ഒബ്ജക്റ്റിൻ്റെ ആയിരിക്കും ഉണ്ടാകുക, ഫ്ലൂയിഡിൻ്റെ ചെറുത്. അല്ലതായാലും പറ്റൊന്നും കൂടുതൽ കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ടെർമിനൽ വെലോസിറ്റി. ക്ലിയർ അല്ലേ? അപ്പോൾ ഇന്നത്തേക്ക് നമുക്ക് ഇത്രയും മതി. ഈ കാര്യം നിങ്ങൾ ടെർമിനൽ വെലോസിറ്റി നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക.
എഴുതി പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക, കോൺസെപ്റ്റ് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.